മുറി ഭയങ്കര ചൂടാണല്ലേ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോയും റൈറ്റ് സൈഡില് സിയുടെ റൈറ്റ് സൈഡില് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ എന്തായിരിക്കും ഫംഗ്ഷൻ? ഫംഗ്ഷൻ അതായത് ഇതെന്ന് പറയുന്നതായിരിക്കും ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. തിരിച്ചാണെങ്കിലോ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ സീറോ, തിരിച്ചാണെങ്കിൽ എന്തായിരിക്കും അത് ലോക്കൽ മിനിമയുടെ ഡെഫിനിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഫൈൻഡ് all points of local maxima and local minima of the function f. f of x is equal to x cube minus 3x plus 3. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. എഫ് ഡാഷ് എക്സ് എന്ത് കിട്ടും? എക്സ് ക്യൂബ് മൈനസ് 3x plus 3. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? 3x സ്ക്വയർ മൈനസ് 3 എന്ന് കിട്ടി. ഇനി നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് ഇട്ടിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് 3 അപ്പൊ ഇവിടെ നിന്ന് നോക്കി എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന് വേണ്ടി നമുക്ക് കോമൺ ആയിട്ട് എടുക്കാമല്ലോ, പുറത്ത് 3 കോമൺ എടുക്കാം. അപ്പൊ ബാക്കി എന്താ പറഞ്ഞ എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി എക്സ് സ്ക്വയർ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എക്സിന്റെ വാല്യൂസ് എന്ത് വരും? അങ്ങനെയായാലും മതി. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഈക്വൽ ടു 1ഉം എക്സ് ഈക്വൽ ടു മൈനസ് 1ഉം വരും സൊല്യൂഷൻ. ഇനി നിങ്ങള് ഈ 1 ആണ്, 1ഉം മൈനസ് 1 വന്നേക്കണം. ഇനി ആ പോയിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? വാല്യൂ ഓഫ് എക്സ് എന്ന് കൊടുക്കാം. പിന്നെ വന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മളിപ്പോ എഴുതിയത് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. അപ്പോ നമ്മൾ ആദ്യം 1 എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ 1ന്റെ റൈറ്റിലുള്ള എന്തായിരിക്കുള്ളൂ? ഈ 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണേ. 1ന്റെ റൈറ്റിലുള്ള പോയിന്റ് എന്തായിരിക്കുള്ളൂ? നമുക്ക് 1.1 എടുക്കാം. അപ്പൊ 1.1 എടുക്കുമ്പോഴത്തേക്കും ഫംഗ്ഷൻ എന്തായി വരുന്നത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. 1.1 ഇത് പോസിറ്റീവ് വരും. ഇതെന്തായിരിക്കും? 1.1 മൈനസ് 1 എന്ത് വരും? പോസിറ്റീവ് വാല്യൂ. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. അപ്പൊ നമ്മളൊരു പോയിന്റ് ഇതുപോലെ C1 ഒരു പോയിന്റ് എടുത്ത് x ഈക്വൽ ടു 1 എന്ന് എടുത്ത്, അപ്പോ അതിന്റെ ഏത് വശവും കൺസിഡർ ചെയ്ത് നമ്മൾ പോസിറ്റീവ് റൈറ്റിലുള്ള ഭാഗമാണ് കൺസിഡർ ചെയ്യുന്നത്. ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോ ഒരു പോയിന്റ് വാല്യൂ എടുത്തേ. 1ന്റെ ഇപ്പുറത്തെ സൈഡില് ലെഫ്റ്റ് സൈഡില് 0.9 എടുക്കാം. 0.9 എടുക്കുമ്പോ എന്താ വരുന്നത്? ഇവിടെ 0.9 കൊടുത്തു കഴിയുമ്പോ എന്താകും? നെഗറ്റീവ് ആകും. അപ്പൊ ഇത് എന്ത് പോയിന്റ് ആയിരിക്കും? മാക്സിമം. അതായത് നോക്കിക്കേ, C1ന്റെ ലെഫ്റ്റ് സൈഡാ. നമ്മൾ ഇപ്പോഴത്തെ C1 എന്താ? 1 അല്ലെ? 1ന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ? 0.9 അല്ലെ? റൈറ്റ് സൈഡ് ആണ് 1.1. അപ്പൊ ഇത് കൊടുത്തപ്പോ 0.9 കൊടുത്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? നെഗറ്റീവ് വാല്യൂ ആണ്. പക്ഷെ ഇൻക്രീസ് ലോക്കൽ മാക്സിമം ആണെങ്കിൽ എന്തായിരിക്കുള്ളൂ? അതായത് നോക്കിക്കേ, നമ്മൾക്ക് ശരിക്കും ഈ സൈഡ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 അല്ലേ വരേണ്ടത്. ഇപ്പൊ നമുക്ക് നെഗറ്റീവ് അല്ലേ കിട്ടിയത്. അപ്പൊ ഇപ്പൊ കണ്ടുപിടിച്ച പോയിന്റ് എന്തായിരിക്കും? ലോക്കൽ മാക്സിമയുടെ പോയിന്റ് അല്ലല്ലോ. ഇതാണ് ലോക്കൽ മാക്സിമയുടെ ഡെഫിനിഷൻ. അതായത് പോയിന്റ് ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0, ഇപ്പുറത്തെ റൈറ്റ് സൈഡ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതായിരിക്കും പോയിന്റ് ഓഫ് മാക്സിമ. അതായത് ഗ്രാഫ് ആലോചിച്ചാൽ മതി. മാക്സിമം പോയിന്റ് അല്ലേ ഇവിടെ വന്നേക്കണത്. മിനിമം ആണെങ്കിൽ നേരെ തിരിച്ച്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആയിരിക്കും ലെഫ്റ്റ് സൈഡില്.
റൈറ്റ് സൈഡിൽ എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. മറ്റേത് ഇട്ട് കൊടുക്കുമ്പോഴാ അതുപോലെ -1 കൺസിഡർ ചെയ്യാം. -1 കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും -1 ഇതെടുക്കാം നമുക്കൊരു പോയിന്റ്. ഇതുപോലെ തന്നെ ഗ്രാഫിൽ ഞാൻ -1 കൺസിഡർ ചെയ്യണേ. -1 -1ന്റെ ലെഫ്റ്റിലോട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞേ. ഇങ്ങോട്ട് വരുമ്പോ എന്ത് പോയിന്റ് ആയിരിക്കും വന്ന? മൈനസ് ലെഫ്റ്റ് സൈഡ് -1.1, റൈറ്റ് സൈഡ് -0.9 അല്ലെ? അപ്പൊ അതിട്ട് കൊടുക്കുമ്പോ എന്താ വന്നത്? ഇട്ട് കൊടുത്തേ. ആദ്യത്തെ പോസിറ്റീവ്, മറ്റേത് എന്ത് വരും? -1 ഇട്ട് കൊടുക്കണം നമ്മൾ. ഇവിടെ -1 അല്ലേ ഇട്ട് കൊടുക്കണം? -1.1 ഇവിടെ പോകുന്നുണ്ടോ? അപ്പൊ വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കാം നിങ്ങൾ. 3 × -1.1 + 1 × -1.1 -1. അപ്പൊ ഇതെന്ത് വരും? നെഗറ്റീവ് വരും. ഇത് നെഗറ്റീവ്, ഇതെന്ത് വരും? അത് നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവിന്റെ നെഗറ്റീവ് എന്ത്? പോസിറ്റീവ് വരും. അപ്പൊ ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോ എന്താ വരുന്നത്? -1.1 ഗ്രേറ്റർ ദാൻ 0 വരും. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്താ? ഗ്രേറ്റർ ദാൻ 0. മറ്റേ സൈഡ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പൊ അതെന്തായിരിക്കും? പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പ്രൂവ് ചെയ്യണം. അതിന് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇല്ലേ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആ എക്സിന് ചിലപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 വാല്യൂ ഉണ്ടാവും. അപ്പൊ 2 വാല്യൂ ഇട്ടിട്ട് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേത് ഇൻഫൈനൈറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആ ഒരു വാല്യൂ നമ്മൾ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പോയിന്റ് ലെഫ്റ്റ് റൈറ്റ് നിങ്ങൾ ആലോചിക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ഒരു പോയിന്റ് നിങ്ങൾ കാണിച്ചിട്ട് ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ ഏകദേശം 2 ആണെങ്കിൽ ഇപ്പുറത്ത് 1ഉം അപ്പുറത്തെ സൈഡ് 3 ആയിരിക്കുമല്ലോ. അങ്ങനെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ അതനുസരിച്ച് വരും. നമുക്ക് ഇങ്ങോട്ട് പോകുന്നവർ കൂടിക്കൂടി വരും, ഇങ്ങോട്ട് പോകുന്നവർ കുറഞ്ഞു വരും. അപ്പൊ അതിന് ഓരോ പോയിന്റ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോക്കൽ മാക്സിമം ആണ് ലോക്കൽ മിനിമം ആണ് കണ്ടുപിടിക്കാം കേട്ടോ. അതാണ് എന്ത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കേട്ടോ. വേർഡ് പ്രോബ്ലം ഉണ്ടല്ലോ ഇതിന്റെ അകത്ത്. വേർഡ് പ്രോബ്ലം ഉണ്ട്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ലെവൽ അതിന്റെ. ഇനി അടുത്തൊരു ഹെഡിങ് ആയിരിക്കും f of x is equal to 2x cube minus 6x square plus 6x plus 5. F of x is equal to 2x cube minus 6x square plus 6x plus 5. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. എന്ത് വന്നു? f dash of x is equal to അതിന് മാക്സിമം സിംപ്ലിഫൈ ചെയ്യാം. 6 കോമൺ പുറത്തെടുക്കാം. സിക്സ് പുറത്തെടുക്കുമ്പോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ അതിലെന്തായിരിക്കും? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണെങ്കിൽ എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? എക്സിന് വാല്യൂ കൊടുക്കും. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി.
സീറോ ഇക്വേറ്റ് ചെയ്ത് പിന്നെ സ്ക്വയർ അപ്പുറത്തോട്ട് എടുത്ത് സോൾവ് ചെയ്തൊക്കെ വരുമ്പോ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. പിന്നെ നോക്കിക്കേ, അതെന്താ ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ കണ്ടുപിടിക്കുക. അപ്പൊ 1 എടുക്കുക പോയിന്റ്. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ചെയ്ത് നോക്കി. ലെഫ്റ്റ് റൈറ്റ് കൺസിഡർ ചെയ്യാ, പോയിന്റ് ഇട്ട് കൊടുക്കുക. ആ 1 അല്ലേ? 1 എന്ന് പറയുമ്പോഴത്തേക്കും 1ന്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോ എന്ത് വരും? 0 എടുക്കാം. റൈറ്റിലാവുമ്പോ 2 3 അങ്ങനെ. ഗ്രേറ്റർ ദാൻ 2 പോസിറ്റീവ് ആണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ അവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സച്ച് പോയിന്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും കേട്ടാ. അതായത് ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് ചേഞ്ച് സൈൻ, എക്സ് ഇൻക്രീസസ് ത്രൂ സി, then c is neither point of local maxima nor point of local minima. In fact, such point is called point of inflection. കേട്ടാ, സൈനിന് ചേഞ്ച് ഒന്നും വരുന്നില്ലെങ്കിൽ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ ഗ്രാഫ് മാത്രം ഓർത്തിരുന്നാൽ മതി കേട്ടോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റില് ഇനി നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റ് ലോക്കൽ മാക്സിമം ആകണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. എന്നിട്ട് അതിൽ കൊണ്ട് സി ഇട്ട് കൊടുക്കാം. വിച്ച് സീക്വൽ ടു എന്ത് വരണം? 0 വരണം. അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. എന്നിട്ട് അതിൽ കൊണ്ട് സിയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരണം? ലെസ് ദാൻ 0 വരണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്താണ് ലോക്കൽ മാക്സിമം ആകുള്ളൂ കേട്ടാ. അപ്പൊ ലോക്കൽ മിനിമം ആണെങ്കിലോ പിന്നെ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, if f is equal to point of local minima, മിനിമ ആണെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 0. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് കുറച്ചും കൂടി ഈസി എന്ന് തോന്നുന്നു മറ്റേനേക്കാൾ. ഡെറിവേറ്റീവ് എടുത്തിട്ട് അപ്പൊ ലോക്കൽ മാക്സിമം ആകണമെങ്കിൽ ആലോചിക്കാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0 ആയിരിക്കണം. ഒരെണ്ണം പഠിച്ചാൽ മതി കേട്ടോ. ഓ, അതിന് ഓരോ ക്വസ്റ്റിനും ഓരോ സബ് വെച്ചിട്ട്. അപ്പൊ ചിലപ്പോ ഫസ്റ്റ് സബിൽ ചിലപ്പോ ഇതൊന്നും ഉണ്ടാവില്ല അല്ലേ? പക്ഷെ ഞാൻ പറയട്ടെ, അങ്ങനെ സബ് അല്ലാണ്ട് ചോദിക്കണമെങ്കിൽ ഗുണമുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ച മാർക്ക് വരുവാണ്.
അല്ലാത്ത സമയത്താണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം ഓഫ് ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ. ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം. പ്രോബബിലിറ്റി ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾക്ക്? അത് ഞാൻ എടുത്തായിരുന്നു. അതല്ലേ ലാസ്റ്റ് എടുത്താ? അല്ല, അതിന് മുമ്പ് പ്രോബബിലിറ്റി അല്ലേ? എനിക്ക് ഓർമ്മയിൽ എടുത്ത് എടുത്താ. ആ അല്ല, അതൊക്കെ റീഷൻ ചെയ്യുമ്പോൾ ഓർക്കും നിങ്ങൾക്ക്. അതാ. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ f of x is equal to 3x raised to 4 plus 4x cube minus 12x square plus 12. ത്രീ എക്സ് റേസ് ടു 4 പ്ലസ് 4x ക്യൂബ് മൈനസ് 12x പ്ലസ് 12. അപ്പൊ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവിന് ആദ്യം സി കണ്ടുപിടിക്കണം നിങ്ങൾ, എന്നിട്ട് വേണം ആ സി കൊണ്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ആ, അതായത് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊണ്ട് 0 എന്ന് കൊടുത്ത് സി കണ്ടുപിടിക്കണം. സി കണ്ടുപിടിച്ചിട്ട് വേണം അതുകൊണ്ട് ഓരോന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മൾക്ക് ഫസ്റ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തപ്പോ ഇവിടെ നമുക്ക് 3 ഇക്വേഷൻസ് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ 12x ഈക്വൽ ടു, ഇത് നമ്മൾ അങ്ങനെയല്ല, ഓരോന്നും ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. 12x ഈക്വൽ ടു 0 എന്ന് കൊടുക്കും, എക്സ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. അങ്ങനെയല്ല നമ്മൾ സോൾവ് ചെയ്യാറുള്ളത്. അപ്പൊ എക്സിന് എന്തൊക്കെ വാല്യൂ വരും? എക്സ് ഈക്വൽ ടു 0 വരാം, എക്സ് ഈക്വൽ ടു 1 വരാം, എക്സ് ഈക്വൽ ടു 2 ആണോ മൈനസ് 2 ആണോ? മൈനസ് 2 അല്ലേ? അല്ലേ? ഇത് ഈക്വൽ ടു 0 കൊടുക്കുക, അങ്ങനെയല്ല. അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് 2. അപ്പൊ 3 പോയിന്റ്സുകൾ. എക്സ് ക്യൂബ് മൈനസ് 2 ആ ആ ആ അപ്പൊ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവും അത്. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് കിട്ടുന്നത് കേട്ടോ. 12x അല്ലേ കൊടുത്തെടുത്ത ബാക്കിയുള്ളത് സെക്കൻഡ് ഡിഗ്രി ആയിരിക്കുള്ളൂ. ആ, അപ്പൊ ഇനി നമ്മൾ ഇത് ഈക്വൽ ടു 3 കിട്ടിയില്ലേ. ഇനി 12x ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് വരും? 0 തന്നെ വരും. ഇനി എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 കൊടുക്കും, എക്സ് ഈക്വൽ ടു അതറിയാലോ. പിന്നെ മറ്റേത് എക്സ് ഈക്വൽ ടു മൈനസ് 2. ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ അറിയാൻ പറ്റും ലോക്കൽ മിനിമം ആണോ ലോക്കൽ മാക്സിമം ആണെന്നുള്ളത്. ആ മതി. ഇതിന്റെ എടുക്കണല്ലേ കുറച്ചും കൂടി ബെറ്റർ. ഇത് ഇല്ല, അതിൽ നമ്മൾ ഈ പോയിന്റുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടുപിടിച്ച പോയിന്റുകൾ എന്നിട്ട് നോക്കാം. ആ, ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം നോക്കാം.
എഫ് ഡാഷ് ഓഫ് 0 ഇട്ട് കൊടുത്തപ്പോ എന്താ കിട്ടിയത് -24. അപ്പൊ അതെന്ത് പോയിന്റാ ലോക്കൽ മാക്സിമ. പിന്നെ എഫ് ഡാഷ് ഓഫ് 1 ഇട്ട് കൊടുത്തപ്പോഴാ 36 0. അതിന്റെ എഫ് ഡബിൾ ഡാഷ് ഓഫ് -2 ഇട്ട് കൊടുത്തപ്പോഴാ അതെന്താ? ഇനി നമ്മൾ ഇതിന്റെ അകത്ത് ആദ്യം നമ്മൾ ലോക്കൽ മാക്സിമം അല്ലേ കണ്ടുപിടിച്ചത്? അത് ലോക്കൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് ഈക്വൽ ടു 0 കൊടുത്തപ്പോഴാണ് ലോക്കൽ മാക്സിമം കിട്ടിയത്. ആ 0 നമ്മൾ എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കുന്ന വെച്ചാൽ എഫ് ഓഫ് 0 കണ്ടുപിടിക്കാം. അപ്പൊ എത്ര കിട്ടി നിങ്ങൾക്ക്? 12 അല്ലെ? അതാണ് നമ്മൾ എന്താ പറയുന്നത്? മാക്സിമം ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് എഫ്. മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിച്ച് അത് പോയിന്റ് ആണ്. മാക്സിമം വാല്യൂ ഉള്ള പോയിന്റ് ആണ് 0. അത് ഇട്ട് കൊടുക്കുമ്പോഴാണ് എന്ത് അവിടെ അത് കണ്ടുപിടിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടും മാക്സിമം അപ്പൊ 12 കിട്ടും. വൈൽ എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു -2 അത് പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. രണ്ടും ലോക്കൽ മിനിമ തന്നെയാണ്. അത് ലോക്കൽ മിനിമം വാല്യൂസും കണ്ടു. എന്താണ്? രണ്ട് മിനിമം അത് പോയിന്റ്സ് ഓഫ് ലോക്കൽ മിനിമ ഉണ്ട് മിനിമം ഉണ്ട്. മിനിമ എന്ന് പറയണ ഏതാ? എക്സ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തപ്പോഴുള്ള വാല്യൂ. ഏറ്റവും ചെറുതാണ് 72 അല്ലേ ബിഗർ? ഇതാണ് ലോക്കൽ മിനിമം. അതിനെക്കാട്ടും വലുതായിട്ടുള്ള 36 ആണ്. ഇതിനെക്കാട്ടും ചെറുതാണ്, അതിനെയാണ് നമ്മൾ മിനിമം എന്ന് പറയുന്നത് കേട്ടാ. ഡിഫറൻസ് പറഞ്ഞല്ല. ഇത് രണ്ടും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിന് ഏറ്റവും ചെറുതായിരിക്കുള്ളൂ എന്ത്? അല്ല, ഏറ്റവും വലുതായിരിക്കുള്ളൂ മിനിമം. അതിനെക്കാട്ടും ചെറുതായിരിക്കുള്ളൂ മിനിമം. അതായത് നമ്മൾ ഗ്രാഫിക്കലി വരയ്ക്കുമ്പോ ചിലപ്പോ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോഴേ ഇത് ചിലപ്പോ അടുത്ത കേർവിൽ ചിലപ്പോ കുറച്ചും കൂടി താഴുമായിരിക്കും ഗ്രാഫ്. മനസ്സിലായ? അങ്ങനെ വരുന്ന വാല്യൂ ആയിരിക്കും അത്. താഴെ വരുന്ന ഫങ്ഷൻസ് ആണ് ഏറ്റവും താഴെ. അതിന്റെ ഗ്രാഫിക്കലി വരച്ചിട്ടുണ്ട് ഒരു മിനിമം. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഫൈൻഡ് ടു പോസിറ്റീവ് നമ്പേഴ്സ് whose sum is 50. No, 15. And the sum of whose square is minimum. Find two positive number whose sum is 50 and the sum of whose square is minimum. സം എന്തായിരിക്കണം? രണ്ടിന്റെയും 15 ആയിരിക്കണം. അതുപോലെ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ കിട്ടുന്ന സാധനം എന്തായിരിക്കണം? ഏത് നമ്പർ കണ്ടുപിടിച്ചാലും ഏറ്റവും മിനിമം ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം. സമ്മ് 15 ആയിരിക്കണം. സമ്മ് 15 ഉള്ള രണ്ട് നമ്പേഴ്സ് കുറെ ഉണ്ട്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, എന്താ? അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഏറ്റവും മിനിമം കിട്ടണതാണ് കണ്ടുപിടിക്കാൻ. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മിക്കപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കോളൂ. അല്ലെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ മാക്സിമം കിട്ടുന്ന ചോദിക്കില്ല. കാരണം
ആ മിനിമം അങ്ങനെ കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ലെറ്റ് ഫസ്റ്റ് നമ്പർ ബി എക്സ് എന്ന് എടുക്കാം. അപ്പൊ രണ്ടിന്റെ സം എന്താന്ന് പറഞ്ഞേക്കണേ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 15 ആണല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എക്സ് വൈനെ നമുക്ക് എക്സിന്റെ ടേംസ് എഴുതല്ല. മറ്റേ നമ്പർ എന്തായിരിക്കും? ലെറ്റ് ഫസ്റ്റ് നമ്പർ ബി എക്സ് ആൻഡ് അതർ നമ്പർ ബി 15 മൈനസ് എക്സ്. പിന്നെ ഇവരെന്താ പറഞ്ഞേക്കണത്? സ്ക്വയർ എടുക്കുമ്പോ അപ്പൊ അതാണ് നമ്മുടെ ഫംഗ്ഷൻ. എന്താണ്? ഫസ്റ്റിന്റെ സ്ക്വയർ പ്ലസ് 15 മൈനസ് എക്സിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? മിനിമം കിട്ടണം എന്നാ പറഞ്ഞേക്കണം. അപ്പൊ എസ് ഓഫ് എക്സ് നമുക്ക് കിട്ടി. അതായത് ഫംഗ്ഷൻ മിനിമം അപ്പൊ കിട്ടും നോക്കിയാൽ മതി. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ച് നമുക്ക് എങ്ങനെ എസ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് കിട്ടും? 2x പ്ലസ് 2 ഇൻറ്റു 2x പ്ലസ് 2x കിട്ടിയായിരുന്നു ഇയാൾക്കത്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x പ്ലസ് 15 മൈനസ് ദ ഹോൾ സ്ക്വയർ ഡെറിവേറ്റീവ് 2 ഇൻറ്റു 15 മൈനസ് എക്സ് പിന്നെ ഇൻറ്റു മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 4x മൈനസ് 13 വന്നാ നോക്കിക്കേ ഒന്ന്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വെച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. നോക്കിക്കേ. അല്ലേ? അപ്പൊ അത് കിട്ടി. ഇനി എസ് ഡബിൾ ഡാഷ് ഓഫ് ഇത് എത്ര എന്താ കിട്ടിയെന്ന് നോക്കിക്കേ. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് സോൾവ് ചെയ്താ എക്സിന്റെ വാല്യൂ കിട്ടിയാ? സോൾവ് ചെയ്യും. ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുക്ക്. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 13/4. അതിനൊന്നുകൂടി ചെറുതാക്കുമ്പോ 15/2. അപ്പൊ എക്സ് ഈക്വൽ ടു നമുക്ക് 15/2 കിട്ടി. അത്ര കിട്ടി. ഇനി നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സില് ആ പോയിന്റ് ലോക്കൽ മിനിമം ആണെന്ന് അറിയണമല്ലോ. അപ്പൊ എന്ത് കിട്ടും? മറ്റേതെന്താ 4 അല്ലേ? ഇതല്ലേ നിങ്ങൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോ 4. ഓക്കെ 4 കിട്ടി. അപ്പൊ എന്തായാലും ഫംഗ്ഷൻ എന്താ ലോക്കൽ മിനിമം ഉണ്ടെന്ന് അർത്ഥം. ഇനി നമ്മുടെ ഈ പോയിന്റ് ഇല്ലേ ആ പോയിന്റ് എന്ത് ചെയ്യണം? ഈ ഇതിലിട്ട് കൊടുക്കാം. ഏതില്? എഫ് ഓഫ് എക്സില്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? എസ് ഡാഷ് ഓഫ് 15/4 ഇട്ട് കൊടുത്താൽ എന്ത് തന്നെ കിട്ടുള്ളൂ? 4 കിട്ടും. 4 എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും? ലോക്കൽ മിനിമം ആയിരിക്കും അല്ലെ? അത്ര ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എക്സ് ഈക്വൽ ടു 15/2 ദ പോയിന്റ് ഓഫ് മിനിമം ഓഫ് എസ്. അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് മിനിമം എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് മിനിമം ആയതുകൊണ്ടിട്ട് പിന്നെ നമ്മൾ അതിൽ ഇട്ട് കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ഇതാണ് നമ്മുടെ എക്സിന്റെ പോയിന്റ് എന്താ? എക്സ് ഈക്വൽ ടു 15/4 ആണ്. നമുക്ക് അതിലായിരിക്കും ഈ സംഭവം എന്തായിരിക്കും? ഏറ്റവും മിനിമം ആണ് ഫംഗ്ഷൻ. അപ്പൊ മറ്റേ നമ്പർ കണ്ടുപിടിക്കാലോ. അതിലിട്ട് കൊടുത്തിട്ട് 15 മൈനസ് ഇതിലിട്ട് കൊടുത്താൽ മതി. ബൈ 4. നമുക്ക് കിട്ടുന്ന പോയിന്റിൽ ചിലപ്പോൾ സെക്കൻഡറി ടെസ്റ്റ് എടുക്കുമ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ കോൺസ്റ്റന്റ് ആണെങ്കിൽ -4 ആണെങ്കിൽ എന്തായിരിക്കും? ലോക്കൽ മാക്സിമം ആയിരിക്കുള്ളൂ. എടാ അല്ലടാ, ഒരു പോയിന്റ് എന്താണ്? 1 നമ്പർ 16/2, അതർ നമ്പർ
എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കണമെന്നില്ല. എക്സ് 15/2 ആണ്. ഇനി മറ്റേ എക്സ് കണ്ടുപിടിക്കാൻ എന്താ വേണ്ട? ആ അത് 15 - 15/2. അത് 15/2 തന്നെയല്ലേ കിട്ടിയത്? രണ്ടും 15/2. അല്ലേ? Let AP and BQ be two vertical poles. AP and BQ be two vertical poles. A and B. Poles at A and B. Let AP and BQ be two vertical points at A and B respectively. AP is equal to 16 centimeter and BP equal to BQ equal to 22 centimeter. Just figure figure മാത്രം മനസ്സിലാവും. 16 centimeter. Figure Just of വരച്ചാൽ പിന്നെ BQ equal to 22 centimeter. Let AB equal to 20 centimeter. AB എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് എന്താണ്? ഇതിന്റെ 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് find the distance of point R. ഇവിടെ ഇതാണ് നമ്മുടെ പോയിന്റ്. R on AB of the point A such that അതായത് RP കണ്ട RP സ്ക്വയറും പ്ലസ് RQ സ്ക്വയർ. അതായത് നമ്മള് ആറിന്റെ പോയിന്റ് എവിടെ കൊടുക്കുമ്പോഴാണ് ഇതിന്റെ ലെങ്ത് കണ്ട അത് മിനിമം ആണ്. അതായത് അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇത് മിനിമം കിട്ടണമെന്ന് ചോദിച്ചു. RP സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ സ്ക്വയർ. RQ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ സ്ക്വയർ. അതിന്റെ സം എടുക്കുമ്പോ എവിടെയാണ് മിനിമം കിട്ടുന്നതെന്ന്. എന്തിന്? ഈ പോയിന്റ് ആറിന്റെ ഡിസ്റ്റൻസ് എപ്പോ വരുമ്പോഴാണ് അതിന് മിനിമം വരുന്നത്. അപ്പൊ ലെറ്റ് AR നമുക്ക് എക്സിന് എടുക്കാം. ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 20 - x ആയിരിക്കൂലേ? അപ്പൊ ഈ രണ്ട് അതായത് ആറിന്റെ എവിടെ ആകുമ്പോഴാണ് പോയിന്റ് അല്ലെങ്കിൽ എക്സിന്റെ മെഷർമെന്റ് എപ്പോഴാകുമ്പോഴാണ് ഇതിന്റെ ലെങ്ത്തുകൾ അത് നമുക്ക് നീക്കി കൊണ്ടുവരാം. വേണമെങ്കിൽ ഇത് ഇങ്ങോട്ട് വെക്കാം. അത് എപ്പോഴാകുമ്പോഴാണ് ഇതിന്റെ സ്ക്വയർ മിനിമം ആണെന്നാണ് ക്വസ്റ്റ്യൻ. മിനിമം. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? RP സ്ക്വയർ നമുക്ക് എങ്ങനെ എടുക്കാം? ഓരോന്ന് നമുക്ക് കണ്ടുപിടിക്കാം. RP സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ പൈതഗോറസ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ RP സ്ക്വയർ കണ്ടുപിടിച്ചേ. എന്താണ്? AR സ്ക്വയർ പ്ലസ് AP സ്ക്വയർ അല്ലേ വേണ്ട? AR സ്ക്വയർ പ്ലസ് AP സ്ക്വയർ. മറ്റേതാ? RQ സ്ക്വയർ. അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാട്ടാ. AR സ്ക്വയർ X സ്ക്വയർ പ്ലസ് ഇങ്ങനെ അത് ചെയ്യാൻ പറ്റടാ. ആദ്യം നമുക്ക് ഇങ്ങനെ എഴുതിയാക്കാം. പിന്നെ അടുത്തത് RQ സ്ക്വയർ കണ്ടുപിടിക്കാം. RQ സ്ക്വയർ ഇതുപോലെ കണ്ടുപിടിച്ചേ. അതായത് 22 സ്ക്വയർ പ്ലസ് അല്ലെ 17 - x the whole square plus 22 square. അപ്പൊ RPയുടെ RQന്റെ സ്ക്വയർ കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുത്തേ. എന്നിട്ട് നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ തന്നെ സിമ്പിളാ. ചെയ്ത് നോക്കിയൊന്ന്. ആഡ് ചെയ്യുമ്പോ മറ്റേ A - b the whole square ഒക്കെ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കട്ട് ചെയ്ത് ഫംഗ്ഷനെ ചെറുതാക്കാം. എന്നിട്ട് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. മിനിമം ആണെന്ന് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതെടുക്കണം കേട്ടോ. എക്സാം ആയോണ്ടാണ് അമ്പലത്തിലൊക്കെ പോയേക്കണം. ചന്ദനക്കുറി. നിങ്ങളുടെ യൂണിഫോം കൊല്ലങ്ങളായിട്ട് ഇത് തന്നെയല്ലേ? സ്കൂള് ബിൽഡ് ചെയ്ത് തന്നു തുടങ്ങി. ഞാനൊക്കെ ചെറുതായിരുന്നപ്പോ ഞാൻ +2 പഠിക്കുമ്പോഴേ ഞാൻ SSL പഠിച്ച അവരുടെ യൂണിഫോം ഞങ്ങളിപ്പോ നിന്നാലും ഇതുപോലത്തെ യൂണിഫോം ആയിരുന്നു പോണാണ് പിള്ളേര്. തേവര ആ ഏരിയയിലൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ വിചാരം പിന്നെ മാളഞ്ഞമ്പലം ആ ഏരിയയിൽ എനിക്കൊരു ഇവിടത്തെ ഏരിയയിലെ പിള്ളേരായിരിക്കും അത്. ആ കടവന്ത്ര
ഇങ്ങനെ മുമ്പുള്ള ജംഗ്ഷൻ ഇല്ലടാ, പാലിറങ്ങി ഇതിന് മുമ്പ് അവിടെയൊക്കെ ഈ യൂണിഫോം ഇട്ട് പിള്ളേർ എപ്പോഴും നിൽക്കണ നിങ്ങളുടെ സ്കൂളിൽ. ആ യൂണിഫോം മാറ്റമൊന്നുമില്ലല്ലേ? ഇന്റർനാഷണൽ യൂണിഫോം. പോയിന്റ് ഏതാന്ന് കിട്ടിയാ നോക്കട്ടോ. ടു എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 1140. എവിടെ എത്തി നോക്കാം. 22 ഡയറക്റ്റ് ചെയ്തു, ഡയറക്റ്റ് ചെയ്തു, സിംപ്ലിഫൈ ചെയ്യണ്ട. ആ 1140. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണം? അപ്പൊ നോക്കിക്കാൻ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി നിങ്ങൾക്ക്? 10 കിട്ടി. ഇനി സെക്കൻഡറിവേറ്റ് എടുക്കാം. അപ്പൊ ലോക്കൽ മിനിമം അല്ലേ കിട്ടണം? ലോക്കൽ മിനിമയാണ്. അപ്പൊ എക്സ് ആണ് എന്ത്? അത്രേ ഉള്ളൂ, അത്ര ചെയ്താൽ മതി. ഇനി വാല്യൂ ഇട്ട് കൊടുക്ക്. എക്സ് കിട്ടും, എക്സ് 10 ആവണം. ആ സമയത്ത് 10 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാവും? 20 മൈനസ് എക്സ് 10 തന്നെയാവും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം, അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കുള്ളൂ. അത് നമ്മള് ലോക്കൽ മിനിമ തന്നെയാണെന്ന് നമ്മൾ സ്ഥിരീകരിക്കണത് അങ്ങനെ ചെയ്യുമ്പോ. ഇനി ചിലപ്പോ ഇവിടെ ഒരു ഫംഗ്ഷൻ വന്നാലും നിങ്ങൾ ഇട്ട് കൊടുത്താൽ കണ്ടുപിടിച്ച് എക്സ് ആയാലും ഇട്ട് കൊടുക്കാം. പിന്നെ അതിന്റെ ആവശ്യമില്ല, പിന്നെ അതവിടെ സ്ഥിരീകരിക്കാൻ മാത്രമേ അങ്ങനെ ചെയ്യണുള്ളൂ. ഇനി അടുത്തത് maximum and minimum value of the function in a closed interval. Maximum and the minimum value of the function in closed interval.
അപ്പൊ ഇതിൽ നമ്മൾ പറയണെന്ന് വെച്ചാ മറ്റേ നമ്മൾ ഓപ്പൺ ഇന്റർവെല്ലിന്റെ കാര്യം പറഞ്ഞത്. ഇനി ഇതിൽ നമ്മളൊരു ഫംഗ്ഷൻ വരക്കണയാണ്. ഇതില് ഈ ഒരു പോയിന്റിന് നമ്മൾക്ക് എ എന്ന് വിളിക്കാം. ഇതിൽ ഏതാ ലോക്കൽ മിനിമ എന്ന് പറയണത്? ഏത് പോയിന്റിലായിരിക്കും ലോക്കൽ മിനിമ വരുന്നത് ഇതിന്റെ അകത്ത്? ബിയിലാണോ ഡിയിലാണോ? ആ മിനിമ ഡിയില്, ഡിയിലും ഡിയിലും. പക്ഷെ നമുക്ക് കണ്ടീഷൻ എന്തായിരുന്നു? ലെഫ്റ്റ് എടുക്കുമ്പോ എന്തായിരിക്കണം? എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. റൈറ്റ് എടുക്കുമ്പോ ലെസ് ദാൻ 0 ആയിരിക്കും. ഇവിടെ എടുക്കാൻ പറ്റും. ഇത് ക്ലോസ് ഇന്റർവെല്ല, അപ്പുറത്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ പോയിന്റിനെ പറയുന്ന പേരാണ് എന്ത്? അബ്സല്യൂട്ട് മിനിമം. മനസ്സിലായ? ഒരെണ്ണം മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഇപ്പുറത്ത് എടുക്കുമ്പോ കറക്റ്റ് ആണ്, പക്ഷെ അപ്പുറത്ത് എടുക്കുമ്പോ പറ്റുന്നില്ല. അപ്പൊ ലോക്കൽ മാക്സ് അബ്സല്യൂട്ട് മാക്സിമം എന്തായിരിക്കും? ഈ ഒരു പോയിന്റ് ആയിരിക്കും കേട്ടോ. ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അബ്സല്യൂട്ട് മാക്സിമ എന്ന് പറയും, അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമ എന്ന് പറയും. അതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ക്ലോസ് ഇന്റർവെല്ലിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിന്റെ അകത്ത്. അതായത് ഏതെങ്കിലും ഒരു സൈഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, മറ്റേടത്ത് ഉണ്ടാവൂല, കിട്ടില്ല. ക്ലോസ് ഇന്റർവെല്ലാണ്. ക്ലോസ് ഇന്റർവെൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണല്ലേ, പിന്നെ ആ പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് പറഞ്ഞോളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ. ഫൈൻഡ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ. നിങ്ങൾ ഈ ഡെഫിനേഷൻ പഠിക്കണേ നല്ലത് ഗ്രാഫ് പഠിച്ചു വെക്കണായിരിക്കും എല്ലാത്തിന്റെയും. find the absolute maximum and minimum value of the function f of x is equal to 2x cube minus 15x square plus 36x plus 1 on the interval 1,5. Here. അപ്പൊ എന്ത് ചെയ്യാ? ഫസ്റ്റിന്റെ മറ്റേതുപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ഈക്വൽ ടു 0 നെറ്റ് വെക്കുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആയിട്ടിയാ? സോൾവ് ചെയ്തപ്പോ അതാ കിട്ടിയ? ഞങ്ങൾക്ക് തന്നെ കിട്ടിയ? എത്ര കിട്ടിയ? ആ ചെയ്ത് നോക്കാം. 6x നീ ഏത് രീതിയില സോൾവ് ചെയ്തോ? ഇതെങ്ങനെ സോൾവ് ചെയ്ത സെക്കൻഡ് ഡിഗ്രി?
അപ്പൊ നോക്കിക്കേ, അപ്പൊ എക്സിന്റെ വാല്യൂ x=2 കിട്ടി, x=3 കിട്ടി. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പൺ ഇന്റർവൽ 1,5 എന്നാ പറഞ്ഞിരിക്കണം. അപ്പൊ ഈ 1ഉം 5ഉം കൂടി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് അതില് f(1) എന്ന് പറയണത് മാക്സിമം കിട്ടണം നോക്കാം. അതായത് നമുക്ക് ഇപ്പോ ഇട്ട് കൊടുക്കുന്നത് ഇത് അത്ര കണ്ടുപിടിച്ച ശേഷം നമ്മൾ f(1) കണ്ടുപിടിക്കുക. 1 എന്ന് പറയുന്നത് ഈ എൻ പോയിന്റ്. f(2) കണ്ടുപിടിക്കുക, f(3) കണ്ടുപിടിക്കുക, f(5) കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിലെവിടെയാണ് ഫംഗ്ഷൻ മാക്സിമം നോക്കാം. ഇത് ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ വരും, അല്ലെങ്കിൽ നമുക്ക് എന്ത് വരും, ഇതിൽ വരും. അപ്പൊ എൻ പോയിന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അബ്സല്യൂട്ട് മാക്സിമം വരും. അതിലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എന്തിനാ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കണല്ലേ. ഇതിൽ f(x) തന്നെ ഇട്ട് കൊടുക്കാം. f(x)ന് മറ്റേ നമ്മൾ എന്താ ചെയ്യണേ, സെക്കൻഡ് f'(x) ഇട്ട് കൊടുത്തിട്ട് ലോക്കൽ മാക്സിമം മിനിമം ആണെന്ന് നോക്കും. എന്നിട്ട് ആ വാല്യൂ കൊണ്ട് നമ്മൾ f(x) ഇടാറുള്ളത്. അതേപോലെ തന്നെ അബ്സല്യൂട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ കേട്ടോ. ഈ പോയിന്റും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളൂ, അതിനാണ് അത് കണ്ടുപിടിച്ചത്. ശരിയാ, കഴിഞ്ഞാടാ. നിങ്ങളുടെ ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞ സ്കൂളിലോ? ഇയാളുടെയോ ആനുവൽ ഡേ കഴിഞ്ഞോ? ജാനുവരി. അപ്പൊ ക്ലാസ് കഴിയുമോ? എന്താ സ്റ്റുഡൻസിന് ഒരു ദിവസം മുമ്പേ കാണിക്കും പ്രോഗ്രാംസ് എല്ലാം. പാരന്റ്സ് മാത്രം വരാൻ പോകാൻ തിരക്കുണ്ടാവോ? അപ്പൊ എത്ര മണി ഈവനിങ്? അവരുടെ ആൾക്കാർ തന്നെ ഇഷ്ടംമാര് വരുന്നുണ്ടാവും. മനസ്സിലായി. അവരുടെ അമ്മ അച്ഛനും അമ്മൂമ്മ എല്ലാരും വരും. അപ്പൊ ഈ പ്രോഗ്രാം ഒക്കെ എപ്പോ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക്? പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കെ. And a helicopter of enemy is flying along a curve given by y=x²+7. Of enemy is flying along the curve. ഒരു കേർവിന്റെ ഇതിലെ കൂടി ഇങ്ങനെ ഫ്ലൈ ചെയ്തോണ്ട് വരണേ. Curve is given by y=x²+7.
ഈ ഫ്ലൈയിങ്ങിന് ഇതുപോലെ ഇക്വേഷൻ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കർവിന് y equal to x square plus 7 and soldier placed at ordinates 3,7. 3,7 ഒരു സോൾജിയർ നിക്കണേ wants to shoot down the helicopter. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? ഷൂട്ട് ചെയ്യണം ഹെലികോപ്റ്ററിനെ. when it is nearest to him, അയാളുടെ അടുത്തെത്തുമ്പോ വേണം ഷൂട്ട് ചെയ്യാൻ. ഫൈൻഡ് ദി നിയറസ്റ്റ് ഡിസ്റ്റൻസ്, എപ്പോഴാണ് അയാൾ അടുത്തെത്തുന്നത് ഹെലികോപ്റ്റർ കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, ഒരാള് ഹെലികോപ്റ്റർ 3,7 എന്ന് പറഞ്ഞ പോയിന്റ് നിൽക്കണ്, ഹെലികോപ്റ്റർ കേറി കൂടി പറന്നു പോണ്, അടുത്തെത്തണത് എപ്പോഴായിരിക്കും എന്ന് ചോദിച്ചേക്കണം അയാളുടെ. അപ്പൊ ആദ്യം എഫ് ഓഫ് എക്സ് എഴുതാം. അപ്പൊ നമുക്ക് y equal to x square plus 7 എന്നല്ലേ പറഞ്ഞേക്കണം അതിന്റെ അകത്ത്. എന്ത് ഫോർ ഈച്ച് വാല്യൂ ഓഫ് എക്സ്, ഹെലികോപ്റ്ററിന്റെ പൊസിഷൻ നമുക്ക് അതിനെ ഓർഡിനേറ്റ്സ് ആക്കി മാറ്റാം. അപ്പൊ എക്സ് ഈക്വൽ ടു എക്സ് കോമ വൈ അല്ലേ മെയിൻ ആയിട്ട് എടുക്കണം. അപ്പൊ എക്സ് കോമ വൈ ആണ് ഹെലികോപ്റ്ററിന്റെ ഓർഡിനേറ്റ് എന്ന് വിചാരിക്കാം. അപ്പൊ എക്സ് കോമ നമ്മൾ ഇപ്പോഴത്തെ വൈ എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 7 അല്ലെ, അതാണ് ഹെലികോപ്റ്ററിന്റെ ഓർഡിനേറ്റ്സ്. പിന്നെ ആളുടെ എന്തായിരുന്നു? 3,7 ആണ്. ആര്? ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്നു പോകണമെങ്കിൽ ആളിവിടെ നിൽക്കണമെന്ന് വിചാരിച്ചു. ആള് നിൽക്കണത് എന്തായിരുന്നു? 3,7. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്ത് ചെയ്യാ? 2 പോയിന്റ്സ് കണ്ടുപിടിക്കാല്ല. അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വേണം കണ്ടുപിടിക്കാൻ. അയ്യോ, ഹെലികോപ്റ്റർ അങ്ങനെയല്ല ഇരിക്കണം, ഹെലികോപ്റ്റർ അങ്ങനെയല്ലേ ഇരിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സിന്റെ ഫോർമുല എന്തായിരുന്നു? അതായത് ഇപ്പൊ ഇത് അതിന്റെ പോയിന്റ് ആണെങ്കിൽ എക്സ് കോമ എക്സ് സ്ക്വയർ പ്ലസ് 7 എന്ത് ചെയ്താ? x minus 3 the root of x minus 3 the whole square plus x square plus 7 minus 7 the whole square. X minus 3 the whole square plus x square plus 7 minus 7 the whole square. അപ്പൊ എങ്ങനെ വന്നു ഫംഗ്ഷൻ? എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയറാ? വേണ്ട, റൂട്ട് എടുക്കണ്ട, റൂട്ട് കൺസിഡർ ചെയ്യണ്ട അതിന്റെ. അപ്പൊ ബാക്കിയുള്ളത് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എക്സ് റേസ് ടു 4. അല്ല, റൂട്ട് അതിലോട്ട് അപ്ലൈ ചെയ്യണില്ല, നമ്മൾ റൂട്ട് കൺസിഡർ ചെയ്യണില്ല എന്ന് പറയാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ല കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സിന്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണ്ടേ? ആ പോയിന്റ്സ് എവിടെ എത്തുമ്പോ ഷൂട്ട് ചെയ്യണം എന്ന് ചോദിച്ചേക്കണം. ഹെലികോപ്റ്റർ ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഡിസ്റ്റൻസിന് വേണ്ട നമുക്ക്, അതുകൊണ്ടാണ് സ്ക്വയർ റൂട്ട് കൺസിഡർ ചെയ്യാറ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 എന്ന് എഴുതാം. പിന്നെ അതിന് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, സോൾവ് ചെയ്യുക. ഷോർട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ ലോക്കൽ എന്താ കണ്ടുപിടിക്കേണ്ട? എഫ് ഡാഷ് ഓഫ് എക്സ് എത്ര കിട്ടി? പ്ലസ് 4x ക്യൂബ്. 2 into x minus 3 അല്ലേ, പ്ലസ് 4x ക്യൂബ്.
1 x equal to 1. കിട്ടിയാ? ഏതാ സോൾവ് ചെയ്തിട്ടാണ്? സോൾവ് ചെയ്തപ്പോ ഇങ്ങനെ വന്നു 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു 2x² പ്ലസ് 2x പ്ലസ് 3 വന്നാ 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു 2x² പ്ലസ് 2x പ്ലസ് 3 എന്ന് വന്നാ. ഇതെങ്ങനെ ഇവർ എഴുതി നോക്കട്ടെ ഒരു മിനിറ്റ്. 2x അവിടെ എനിക്കൊരു പേരായിരുന്നു, വേറെ ഉണ്ടോ? ആ 2 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് 4x³ അവിടെ അല്ല ഇയാൾ ചെയ്ത അവിടെ ചെയ്തതാണ്. എക്സിന്റെ വാല്യൂ എന്താ കിട്ടിയതപ്പോ? എക്സ് ഈക്വൽ ടു 3 വരുമല്ലോ. ആ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടണ്ടല്ലോ 6 പ്ലസ് 2 8 അല്ല 8 കിട്ടണല്ല. x² ഈസ് ഈക്വൽ ടു കിട്ടണല്ലോ ഇതിന്. അങ്ങനെ കിട്ടിയാടാ. പക്ഷെ ഇത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് മറന്നുപോയല്ലോ. ഏ 2 ഇൻറ്റു എക്സ് ഈ 4x³ പ്ലസ് 2x വേറെ രീതിയിലെങ്കിലും എഴുതാൻ പറ്റും. 4x³ പ്ലസ് 2x ഇത് ഇവര് ഇതേക്കണം. ഇവരിത് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ടും കൂടി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ രണ്ടും 0 ആയി പോകണ്ടല്ലോടാ. 2 ഇൻറ്റു എക്സ് മൈനസ് 1 4 2 2
അത് തന്നെ നോക്കിയിട്ട് പറയാം കേട്ടോ. അതിന്റെ സൊല്യൂഷൻ അല്ലേ, സൊല്യൂഷൻ എങ്ങനെയാണ്? 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3, അതാണ് സൊല്യൂഷൻ. എക്സ് മൈനസ് 1 ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3. ഇനി അവരെന്തെങ്കിലും ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതിന്റെ അകത്ത്. 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 കിട്ടണമെങ്കിൽ ഏതെങ്കിലും നമ്പർ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക, അങ്ങനെ ആയിരിക്കും ചെയ്തേക്കണം. 4x ആഡ് ചെയ്യുക, 4x സബ്സ്ട്രാക്ട് ചെയ്യുക, അങ്ങനെ കിട്ടുമെന്ന്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ, നമുക്ക് ക്ലാസ് ചെയ്തോ അങ്ങനെ സമയം. അപ്പൊ ഇക്വേഷൻ വരുന്നത് 2x മൈനസ് ഒന്ന് എഴുതിയെടുത്ത് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോഴാണ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടണം. മറ്റേത് സോൾവ് ചെയ്യുന്നില്ല. 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 റിയൽ റൂട്ട് ഒന്നും ഇല്ല, ഇമാജിനറി റൂട്ടാണ് അതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് സോൾവ് ചെയ്യേണ്ടതാ പറഞ്ഞേക്കണം. If there is no any f dash of അപ്പൊ ഒരു പോയിന്റ് മാത്രം the value of f at the point is given by അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ, എഫ് ഓഫ് എക്സിൽ ആ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര കിട്ടണം നോക്കിക്കേ. ഫൈവ് ആണ് കിട്ടിയത്. റൂട്ട് 5 കിട്ടുള്ളൂ എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കും. അതായത് റൂട്ട് എഫ് ഓഫ് 1 ഈക്വൽ ടു റൂട്ട് 5 കിട്ടും. അപ്പൊ റൂട്ട് 5 is neither a maximum value or a minimum value since നമ്മുടെ എഫ് ഓഫ് 0 ഇട്ട് കൊടുക്കുമ്പോ എന്താ വന്നത്, അതായത് റൂട്ട് ഓഫ് എഫ് ഓഫ് 0 ഇട്ട് കൊടുക്കുമ്പോ റൂട്ട് 3 അല്ല 9 വരെ 3 കിട്ടും, വെറുതെ 3. അപ്പൊ 3നെക്കാട്ടും റൂട്ട് 5നെക്കാട്ടും വലുതല്ലേ 3. അപ്പൊ ആ റൂട്ട് 5 എന്നുള്ളതായിരിക്കും എന്ത്, മിനിമം വാല്യൂ. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ടു, അതിൽ നമ്മൾ 0 ഇട്ട് കൊടുക്കുക. 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്താ 3 ആണ് കിട്ടണത്. റൂട്ട് ഓഫ് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 3 കിട്ടും. അപ്പൊ റൂട്ട് ഓഫ് എഫ് ഓഫ് 1 എത്ര കിട്ടി, റൂട്ട് 5 കിട്ടി. അപ്പൊ റൂട്ട് 3 ആണ് വലുത് റൂട്ട് 5നെക്കാൾ. അപ്പൊ ഒരിക്കലും അത് മാക്സിമം ആയിരിക്കും, എന്തായിരിക്കും, മിനിമം വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ സെക്കൻഡറി വെയിറ്റിൽ കൊണ്ട് വാല്യൂ ഇട്ട് കൊടുത്താലും മതി. എക്സ് ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കാം, അങ്ങനെ ചെയ്താലും മതി. ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം ആയിരിക്കും, ചിലപ്പോ അബ്സല്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡറി വെയിറ്റിൽ ഇട്ട് കൊടുത്തു നോക്കിയേ 1 എഫ് ഡാഷ് ഓഫ് എക്സിൽ. ഗ്രേറ്റർ ദാൻ 0 ലോക്കൽ മിനിമം, അങ്ങനെ ആയാലും മതി കേട്ടോ. 1 ആണെന്ത്, ലോക്കൽ, അതായത് റൂട്ട് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കണം. 1 ഇട്ട് കഴിയുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ റൂട്ട് 5. അപ്പൊ റൂട്ട് 5 ആയിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. മിനിമം ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഫംഗ്ഷൻ ആദ്യം ഡെറൈവ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് ഫോമിൽ എന്ന് പറഞ്ഞത് നമ്മൾ രണ്ടിന്റെ ഓർഡിനേറ്റ്സ് തന്നേക്കണോണ്ട് കേട്ടോ, അതിന്റെ അകത്ത് കണ്ടുപിടിക്കും. ഇപ്പൊ നേരത്തെ ഫോമിൽ രണ്ടിന്റെ സം എടുക്കുക, അത് ഇപ്പൊ ഓൾജിബ്രയിൽ വരുന്നതാ. എക്സിന്റെ ടേംസ് നമ്മൾ ആക്കിയെടുത്ത് ഫംഗ്ഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പകുതി എളുപ്പമാണ് കേട്ടോ. ഉണ്ടോ ഇവിടെ? അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ find the maximum and minimum value of the function f of x is equal to 2x minus 1 the whole square plus 3. f of x is equal to 2x minus 1 the whole square plus 3.
ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അല്ല കണ്ടുപിടിക്കാം, മാക്സിമം മിനിമം കണ്ടുപിടിക്കണ്ടേ. നമ്മൾ നേരത്തെ പഠിച്ചതാ. നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ. ഞാനതിൽ ടെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നിക്കട്ടെ ഒരു മിനിറ്റ്. അല്ലല്ല, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമ അത് കണ്ടുപിടിക്കണം. ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ല, അതിന് മുമ്പ് നിക്കട്ടെ ഒരു മിനിറ്റ്. ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാ എക്സ് പ്ലസ് എക്സ്, ഒരു മിനിറ്റ്. ഈ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കണതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞല്ലേ നിങ്ങളുടെ ഇതിൽ നിന്ന്? അപ്രോക്സിമേഷൻ ഒക്കെ. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ എന്താ 2x മൈനസ് 1. നമ്മൾ നേരത്തെ ഇതിന് മുന്നേ എടുത്ത ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 ആണ്. അപ്പൊ ഇതില് എക്സ് ഈസ് എൻ എലമെന്റ് ഓഫ് തന്നിട്ടുണ്ട് എവിടെയെങ്കിലും ക്വസ്റ്റ്യനില്? അപ്പൊ നോക്കിക്കേ, ഇവിടെ വി നോ ദാറ്റ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ, റിയൽ നമ്പർ ആണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ എക്സ് ഉള്ള ടേംസ് എടുക്കാം. ഏതാ? 2x മൈനസ് 1 ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. റിയൽ നമ്പർ ആണെങ്കിൽ എന്തായിരിക്കുള്ളൂ? 2x മൈനസ് 1 ഹോൾ സ്ക്വയർ എന്തായിരിക്കുള്ളൂ? എപ്പോഴും 0ക്ക് മേലെ ആയിരിക്കും വന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഇതിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഗിവൻ ഫംഗ്ഷനിലോട്ട് എത്തിക്കാൻ പോണേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 2x മൈനസ് 1 ഹോൾ സ്ക്വയർ ഇവിടെ ഉണ്ട്. ഇതെന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 എന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ +3 ആഡ് ചെയ്യുക. അപ്പുറത്ത് എന്ത് ചെയ്യുക? അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ചെയ്യണം? +3 ആഡ് ചെയ്യുക. അപ്പൊ എന്താവും? അപ്പൊ 2x മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 ഈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എന്താണ്? +3 തന്നെ തന്നെയാണ്. അപ്പൊ 3 നിട്ടാ മതി. ഓക്കെ. അപ്പൊ ഇതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 3യുടെ മേലെ ആയിരിക്കും. അതായത് ഫംഗ്ഷൻ എന്താണെന്നാ പറഞ്ഞേക്കണേ ഇവിടെ 3ക്ക് മേലെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷന്റെ എന്ത് വാല്യൂ ആണ്? ഇപ്പൊ നമ്മൾ മിനിമം വാല്യൂ എന്തായിരിക്കും? ഫംഗ്ഷന്റെ 3 ആയിരിക്കും കേട്ടോ. അത് ഇവിടെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ റിയൽ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കുള്ളൂ വരുന്നത്. അപ്പൊ എന്തായാലും ഫംഗ്ഷന്റെ വാല്യൂ മിനിമം എന്തായിരിക്കും? മിനിമം 3 ആയിരിക്കും. ഈ എക്സിന്റെ നോക്കാണ്ട് മാക്സിമം വാല്യൂ ഇല്ല. മാക്സിമം ഇൻഫൈനൈറ്റ് ആണ്. മാക്സിമം ഏതോടെ ഇട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും കണ്ടുപിടിച്ചേ. 9x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 2. അപ്പൊ നമ്മളിത് സോൾവ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഇങ്ങനത്തെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഇതിന് മൊത്തം എഫ് ഓഫ് എക്സ് ആയിട്ടാണ് കിടക്കണം. ഇതിന് എഫ് ഓഫ് എക്സ് ഈക്വൽ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. അത് ചെയ്തിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അത് വരും. എന്നിട്ട് നോക്കണം. എന്ത് കോഎഫിഷ്യന്റ്? എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതിയുടെ സ്ക്വയർ. അത് 9 പുറത്തെടുക്കുക ഫസ്റ്റ്. അപ്പൊ എന്ത് വരും? 9 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 12/9 എക്സ് പ്ലസ് 2/9. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4/3 എന്ന് എഴുതാലോ. ഇതിനാ മാക്സിമം ചെറുതാക്കട്ടോ.
ഇനി ഇതിന്റെ കോഫിഷ്യന്റ് പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യാം കേട്ടാ. പകുതിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോ 4/3 പകുതി എന്താ 2/3 അല്ലേ? 2/3 സ്ക്വയർ ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം. എക്സിന്റെ കോഫിഷ്യന്റ് പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം. അപ്പൊ 4/, അല്ല 2/9, 4/9 അല്ലേ? 4/9 പ്ലസ് 2/9. 2/9 എന്ന് പറയുമ്പോ അല്ല, മൈനസ് 4/9 അല്ലേ? പ്ലസ് 2/9 മൈനസ് 2/9. ഇനി പുറത്തു കിടക്കണ 9 വെച്ച് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. അപ്പൊ എന്ത് വരും? ഇത് നമ്മളൊന്ന് ഇപ്പഴത്തെ എന്താവും? 2/9 ഇൻറ്റു 9. ഈ പുറത്ത് വോൾ 9 ഇല്ലേ, മൊത്തത്തിലെടുത്ത് പുറത്തിട്ടോ, അത് അകത്തോട്ട് എടുത്തു. അപ്പൊ നമുക്ക് 10 ഇൻറ്റു എക്സ് പ്ലസ് 2/3 മൈനസ് 2 ഇത്ര ആക്കി നിർത്തുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ എക്സ് ടേംസ് 9 ഇൻറ്റു എക്സ് പ്ലസ് 1/3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ എന്തായിരിക്കും? മൈനസ് അതായത് എന്ത് ഫംഗ്ഷൻ എന്ത് വാല്യൂ നമുക്ക് കിട്ടിയേക്കണം ഇപ്പൊ? മിനിമം വാല്യൂ -2 കേട്ടാ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു അബ്സല്യൂട്ട് ലോക്കൽ മാക്സിമം ഒരെണ്ണം ചെയ്യാവേ. Find the local maxima, local minima. F of x is equal to x square. F of x ഏതാ കിട്ടി? x equal to 0. ഏതാ ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കിട്ടി. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ കിട്ടി? അതായത് അതിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് കൂടി പറയൂ കേട്ടോ. സെയിം വന്നാ ഇതിന്റെ ടേണിംഗ് പോയിന്റ് എന്ന് കൂടി പറയേ, വേറൊരു പേരാണ് അതിന്റെ. പോയിന്റ് എന്താണ്? എക്സ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ f of x is equal to x cube minus 3x. x cube minus 3x. x cube minus 3x.
രണ്ടും ഇൻഫെക്ഷൻ പോയിന്റ്. വരുന്നു അവനതെ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ബോത്ത് മാക്സിമം. അതിനൊരു പേപ്പർ കൊടുക്കണം. പേപ്പർ വേണോ? വേണ്ട. ഫൈൻഡ് ബോത്ത് മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ ഓഫ് ലോക്കൽ അല്ല മാക്സിമം ആണ്. 3x⁴ മൈനസ് 8x³ പ്ലസ് 12x² മൈനസ് 14x പ്ലസ് 25. മറ്റേതുപോലെ അത് വേണ്ടല്ല ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലേ ആ പാറ്റ്. വേറെ ഒന്നുമില്ല, നമ്മൾ സോൾവ് ചെയ്തിട്ട് പോയിന്റ് കണ്ടുപിടിക്കാം. പിന്നെ എന്ത് ചെയ്യാം, ഇന്റർവെല്ലും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേതാണ് മാക്സിമം കണ്ടുപിടിക്കാം, മിനിമം കണ്ടുപിടിക്കാം, മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം, മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ ഇതിനുമ്പ് ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. ആ ക്ലോസ്ഡ് ഇന്റർവെൽ വെച്ചിട്ട്, ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ 1 ഉം 5 ഉം. അതെ അതെ തന്നെ അതെ. ഫൈൻഡ് 2 നമ്പേഴ്സ്. മതിയാ, സമയം. ഇനി ഉള്ളത് വേർഡ് പ്രോബ്ലം. ഇത് നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തു പോവാം കേട്ടോ. അപ്പൊ ആദ്യം ഏത് ചാപ്റ്റർ റിവിഷൻ ചെയ്തു തുടങ്ങും? ഏതാ? ഏരിയയുടെ ആണോടാ? അത് മിസ്ലീനിയസിലാണോ വന്നത്? ആ ടൈപ്പാണ് ഇപ്പൊ ഞാൻ വന്നത്. അതാണ് ഇപ്പൊ തുടങ്ങിയത്. 13 അപ്പൊ അതനുസരിച്ച് ചെയ്യാം. അടുത്ത ക്ലാസ്സും കൂടി 2 കുറച്ചും കൂടി എടുത്ത് നമുക്ക് റിവിഷൻ ചെയ്യാം. അപ്പൊ ഇത്ര ഉള്ളു ചാപ്റ്റർ. ഈ മിസ്ലീനിയസ് എക്സാമ്പിൾസ് അതിലാണോ ഏരിയ വന്നത്? ഇതിൽ ഇത്രയും ടോപ്പിക്സ് ഉള്ളു കേട്ടോ. ലാസ്റ്റ് വന്നിട്ട് ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം, അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം. ആ ലാസ്റ്റ് ഏരിയ തീർക്കാറുണ്ടായിരുന്നു. ഓക്കെ.